ഹായ് ഹലോ വെൽക്കം ടു പേപ്പർ ബോട്ട് PSC. മുൻ PSC പരീക്ഷകളിൽ ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ മതിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ്. കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകൾക്ക് ഡയബറ്റിസ് കാരണമായേക്കാം. ഒരാളുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഇൻസുലിൻ ഇല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ളവർക്ക് ഡെയിലി ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് യൂഷ്വലി ചെറിയ കുട്ടികളിലും കൗമാരക്കാരിലുമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റിസിനെ ജുവനൈൽ ഡയബറ്റിസ് എന്നും പറയപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതായത് ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ടാകുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് വന്നാൽ ഇവിടെ ബോഡി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇത് യൂഷ്വലി അഡൾട്ട്സിലാണ് കണ്ടുവരുന്നത്. അമിതവണ്ണം, എക്സസൈസ് ഇല്ലായ്മ, അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരശീലങ്ങൾ, ഫാമിലി ഹിസ്റ്ററി, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമായേക്കാം. ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ടൈപ്പ് 2 ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ചോദ്യം ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ?